ഹലോ ഫ്രണ്ട്സ്, തന്നെയാണെങ്കിൽ വീഡിയോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നൊരു കണ്ടൻറ്റും കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മളുടെ എന്താ പറയുക, കുറച്ച് നാടൻ കോഴി വളർത്തലും അതുപോലെ തന്നെ നമ്മളെ പച്ചക്കറി കൃഷിയും രണ്ടും കൂടെ അരിച്ച് ചേർത്തൊരു ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പം വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടോ. അപ്പോൾ നമ്മൾ ഇൻട്രോ എടുക്കാതെ നമ്മൾ ഇന്ന് വരുന്ന സ്ഥലത്തേക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ നമ്മൾ ഈ കോഴിനെ വളർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പട്ടിക്കടുവ, മരപ്പട്ടി, കാട്ടുപൂച്ച, കുറുക്കൻ, അതുപോലെ തന്നെ എന്താ പറയുക പെരിച്ചാഴി, പിന്നെ അതുപോലെ തന്നെ പന്നി പിന്നെ കോഴിനെ അങ്ങനെ പിടിച്ചില്ലെങ്കിലും ഈ സാധനങ്ങളെ കൊണ്ടൊക്കെ നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ട് നിൽക്കുക. അതിൻ്റെ ഇടയിലാണ് പുലിയും വരുന്നത്. ഇപ്പോൾ 2 പുലികളും വന്നിട്ടുണ്ട് നമ്മളവിടെ കേട്ടോ. അപ്പോൾ ആ ബാക്കിലെ കാണും, ഇവിടെ ഫുള്ള് കാടാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അതിൻ്റെ നേരെ മുന്നിൽ സൂത്രണ്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ തൊട്ട് ബാക്കിൽ കണ്ടില്ലേ, ഒരു 800 മീറ്റർ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു എസ്റ്റേറ്റ് തുടങ്ങുകയാണ്. 1800 ഏക്കറുള്ള, അതിന് തൊട്ടപ്പുറത്ത് 2000 ഏക്കറിലെ വേറെ എസ്റ്റേറ്റ്. അപ്പോൾ ആ എസ്റ്റേറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് ഈ പുലിനെ കണ്ടിട്ടുള്ളത്. തൊട്ട് താഴെ ഭാഗത്താണ് പുലിനെ കണ്ടിട്ടുള്ളത്. 200 മീറ്റർ താഴത്താണ് നമ്മൾ പുലിനെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആൾക്കാർ കുറേ കണ്ടിട്ട് അഭിപ്രായം പറയുന്നല്ലാതെ ഇതുവരെ ആർക്കും ഫൂട്ടേജും കാര്യം കിട്ടില്ല. ഫോറസ്റ്റുകാർ വന്നിട്ട് കൂട് വെക്കുകയും അതുപോലെ തന്നെ ക്യാമറ വെച്ചിട്ടൊന്നും കിട്ടിയിട്ടില്ല. ഇത് ഇത്ര ഏക്കറിലുണ്ട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കില്ലേ. ഇഷ്ടംപോലെ പന്നിയുണ്ട്, കേഴുണ്ട്, അങ്ങനെ പല സാധനങ്ങളും ഉണ്ട് ഇവർക്ക് കഴിക്കാൻ പറ്റിയ. അപ്പോൾ ഇവർക്ക് നല്ലൊരു ഇതാണ്. എന്ന് വെച്ചാൽ 2 പുലി ഉള്ളതുകൊണ്ട് ഇപ്പോൾ എന്താ അറിയില്ല, 2 പുലി ഒപ്പം നിൽക്കണമെങ്കിൽ സാധാരണ ഓരോ പുലി വീതാണ് നിൽക്കുക. 2 പുലി ഒപ്പം നിൽക്കണമെങ്കിൽ ബ്രീഡിംഗ് ടൈമോ മാറ്റിംഗ് ടൈമോ ആയിട്ടാണ് സംഭവം. പിന്നെ എണ്ണം കൂടും, അതിനൊക്കെ വലിയ ബുദ്ധിമുട്ടാവും. എല്ലാവരും അലർട്ടാണ്. എല്ലാവരും ഇപ്പം അങ്ങാടിയിലൊന്നും ആൾക്കാർ തോന്നുന്നുണ്ടാവില്ല കേട്ടോ. ഒരു സമയം കഴിഞ്ഞാൽ എല്ലാവരും അവരുടെ വീട്ടിലേക്ക് പോവുക ചെയ്യാം. അപ്പം ഇപ്പോഴത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ കാര്യം പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ജസ്റ്റ് നമ്മളെ കോഴീൻ്റെയും പച്ചക്കറീൻ്റെയും ഒരു ഇൻട്രോ പറഞ്ഞ് പോയ വിചാരിച്ചായിരുന്നു. അപ്പോൾ അതാ തൊട്ട് മുന്നിൽ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതപ്പോൾ കാണിച്ചു തരാം. അവിടെ ഒരു തെങ്ങ് വീണെടുക്കാൻ കണ്ടില്ലേ, അത് ഞാൻ എടുത്തുനിന്ന് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇത് അത്യാവശ്യം ഇതുപോലത്തെ ഒരു തെങ്ങ്. അതിൻ്റെ അത്ര ഇല്ലെങ്കിലും ഇത്ര വലുപ്പം, ഇവിടുന്ന് അങ്ങോട്ട് വലുപ്പമുള്ള ഒരു സൈസ് തെങ്ങാണ് ഈ തെങ്ങ്. ഇതിൻ്റെ അവസ്ഥ കണ്ടില്ലേ, കുത്തി മാന്തി തിന്നിട്ട് വെച്ചതാണ്, ഫുള്ള് തീർത്ത്. കണ്ടില്ലേ, ഇത് ഒരു പന്നിക്കുട്ടൻ്റെ പരിപാടിയാട്ടോ ചെയ്ത് വെച്ച്. അത്യാവശ്യം വലിയ പന്നിയാണ്. ആ പന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കണ്ടില്ലേ, ആ കാടിനുള്ളിൽ, ഇവിടെ ഞാൻ ഇൻട്രോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ കാടിനുള്ളിൽ നിന്ന് ഒരാളങ്ങനെ കയറി അങ്ങോട്ട് പോകണത് കണ്ടിട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ വയ്യെ പോയി. അപ്പോൾ അതിൻ്റെ വിഷ്വലും കൂടെ ഞാൻ കാണിച്ചു തരാം. ആളെ കറക്റ്റ് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. അവിടെ ചെറിയ കിടക്കാനുള്ളൊക്കെ സെറ്റപ്പ്. എനിക്ക് തോന്നുന്നത് പ്രഗ്നൻ്റ് ആണോ എന്നൊരു ഡൗട്ടുണ്ട്. വയറൊക്കെ അത്യാവശ്യം നല്ലോണം ഉണ്ട്, അകിടൊക്കെ തൂങ്ങിയിട്ടുണ്ട്. ഇനി പ്രസവിക്കാനുള്ള മട്ടിൽ അവിടെ ഒന്നും കിടന്നാണോ എന്നറിയില്ല. അവിടെ വെയിലായപ്പോൾ ആശാൻ നീച്ച് പോയതാണ്. ഞാൻ അതിൻ്റെ ഫുട്ടേജും കൂടെ ബാക്കിയപ്പോൾ കാണിച്ചു തരാം. ആശാൻ എന്താ ഇവിടെ കിടക്കേനി കണ്ടില്ലേ, മണ്ണൊക്കെ നിറച്ച് ഇതാക്കിയതാ. കാലും കൈയൊക്കെ നീർത്തിനുള്ളിൽ കൂടി ഒരു ഗുഹ പോലെ കാണാം. കണ്ടില്ലേ, കിടക്കുകയായിരുന്നു. ഇവിടെ വെയിലായപ്പോൾ മെല്ലെ നീച്ചതാണ്. ഞാനാണ് ഇൻട്രോ എടുക്കാൻ വേണ്ടി വന്ന് ഇവിടെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരാളിങ്ങനെ നീച്ച് പോണത് കണ്ട്. ഇനി പള്ളയുള്ളതാണോ അറിയില്ല, നല്ല തടിയൊക്കെ ഉണ്ട് ആള്. പ്രസവിക്കാൻ വന്നാണോന്നും അറിയില്ല കേട്ടോ. ഈ കാടിനുള്ളിലേ ഇനിയുള്ള വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് 2 മിനിറ്റോളമുള്ള വീഡിയോ ആണ്. അതെല്ലാവരും ശ്രദ്ധിച്ച് നോക്കട്ടോ. നമ്മൾ ആടേക്ക് പോയിട്ട് അതിൻ്റെ ചെറിയൊരു വിഷ്വലാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കാൻ പറ്റിയ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. എല്ലാവരും ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. എന്താ വെച്ചാൽ ഒരേ കളറായതുകൊണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ എനിക്ക് വിഷ്വൽ കണ്ണിലൂടെ കണ്ടുകൊണ്ട് കറക്റ്റ് മനസ്സിലാവും ചാടി ഓടിപ്പോയത്. ക്യാമറ എത്ര പതിഞ്ഞിട്ടുണ്ട് അറിയില്ല. അന്നേരം നമ്മൾ ആക്രമിക്കാൻ വരും എന്നുള്ളൊരു പേടിയോട് കൂടിയിട്ടാണ് നമ്മൾ ചെല്ലുന്നത്. നമുക്ക് ഏട്ടെങ്കിലും ഒഴിഞ്ഞ് മാറാനുള്ളൊരു ഗ്യാപ്പ് വേണമല്ലോ. അപ്പോൾ അങ്ങനെ പോയി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിച്ച് നോക്കട്ടെ. ജസ്റ്റ് ഒന്ന് കാണുക. ഇതിലേലും പോകാൻ ചാൻസ് ഇല്ല, കേട്ടും പോകാൻ ചാൻസ് ഇല്ല. ഇനി അതിലും നമ്മൾ അങ്ങോട്ട് പോയാൽ അറിയില്ല.
പോയി. അപ്പോൾ എല്ലാവരും പന്നീനെ ചെറിയ തോതിലെങ്കിലും കണ്ടിട്ടില്ലേ? പന്നീനെ കണ്ടിട്ടുണ്ടാവും എല്ലാവരും. കാണാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം എടുത്താണ്. ജസ്റ്റ് നമ്മളോടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് അറിയിക്കാൻ വേണ്ടിയിട്ട് എടുത്തുള്ള ചെറിയ വീഡിയോ ആണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ നമ്മളുടെ പച്ചക്കറീൻ്റെയും കോയിൻ്റെയും കൂടെ വീഡിയോ ആഡ് ചെയ്യാൻ വിചാരിച്ചിരുന്നു. പക്ഷേ അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. ഇപ്പോൾ എല്ലാവരും പന്നീനെയും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ? ഇപ്പോൾ തന്നെ അത്യാവശ്യം ഒരു ലെങ്ത് ആയിട്ടുണ്ട് വീഡിയോ. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ കാണുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടിൽ പന്നീൻ്റെതോ മറ്റെന്തെങ്കിലും ജന്തുക്കളോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യാനും ശ്രദ്ധിക്കാന്നല്ല ശ്രമിക്കട്ടോ. അപ്പം നമുക്ക് എന്താ പറയുക, ഇതിൻ്റെ ബാക്കി അതായത് പച്ചക്കറീൻ്റെ വീഡിയോ നമുക്ക് മറ്റൊരു വീഡിയോയിലേക്ക് കാണുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.